ചിരിച്ചോ ചിരിച്ചോ, നിങ്ങൾ അവിടെ ഇരുന്ന് ചിരിച്ചോ, ഞങ്ങൾ ഇവിടെ ഇരിക്കാം. നിങ്ങളന്ന് എന്നോട് എന്താ പറഞ്ഞത്? സമയമില്ലെന്നല്ലേ? എന്നോടൊന്ന് ചിരിക്കാൻ സമയമില്ലെന്നല്ലേ? എന്നെ ഒന്ന് നോക്കാൻ സമയമില്ലെന്നല്ലേ? എന്നെ ഒന്ന് കേൾക്കാൻ പോലും സമയമില്ലെന്നല്ലേ? എനിക്ക് അതിലൊരു വിഷമവും ഇല്ല, ഒരു സങ്കടവും ഇല്ല. എനിക്കിപ്പോ ഒരുപാട് സമയമുണ്ട് കരയാൻ, ചിരിക്കാൻ, തലകുത്തി മറിയാൻ. എനിക്ക് ഒരുപാട് സമയമുണ്ട്. എന്റെ സന്തോഷം ഇവിടെ എവിടെയോ ഉണ്ട്. എന്റെ സന്തോഷം നിങ്ങൾക്കറിയോ? എന്റെ സന്തോഷം ഇവിടെ ഇവിടെ എവിടെയോ കിട്ടി. സന്തോഷം കിട്ടി. എനിക്കിവിടെ ആരുമില്ല. നിങ്ങളെന്താ വിചാരിച്ചത്? ഞാനിവിടെ വിഷമിച്ചിരിക്കുകയാണെന്നോ? ഞാൻ എന്തിനാ വിഷമിക്കണേ? എന്നെ പോലെ കുറേ പേര് ഇവിടെ ഉണ്ട്. അതുകൊണ്ട് എനിക്ക് നല്ല സന്തോഷമാണ്. എന്നാലും ഇവിടെ ഞാൻ ഒറ്റയ്ക്കാണ്. എന്തിനത് ചോദിക്കുന്നു? ഇല്ല, ഞാനിത് ആർക്കും തരില്ല. ഇതാ, ഇത് നിങ്ങൾ എടുത്തോ. ഇതാ, നിങ്ങളെന്താ കരുതിയേ ഇത് ആത്മഹത്യ ചെയ്യാനുള്ള കയറാണെന്നോ? അല്ല, ഇത് ഊഞ്ഞാല് കെട്ടാനുള്ള കയറാ. ഊഞ്ഞാല്. കുട്ടികളുടെ കഴിവുകളും സന്തോഷങ്ങളും മനസ്സിലാക്കാത്തവരാണോ നിങ്ങൾ? എന്താ ഇത് നിങ്ങൾ എടുത്തോളൂ, ഇത് നിങ്ങൾക്കുള്ളതാണ്. നിങ്ങൾക്കുള്ളതാണ്. ചിരിച്ചോ ചിരിച്ചോ, നിങ്ങൾ അവിടെ ഇരുന്ന് ചിരിച്ചോ, ഞങ്ങൾ ഇവിടെ ഇല്ല. നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന ഒരു സംഭവങ്ങളുടെ നേർചിത്രമാണ് അഞ്ജലി
ഇവിടെ അവതരിപ്പിച്ചത്. അഞ്ജലി ആദ്യമായിട്ടാണ് തോന്നുന്നു രജനിയും സംവിധാനം നിർവഹിക്കുന്നത്. പ്രിയപ്പെട്ട അഞ്ജലിയെ ആദരിക്കുന്നത് കേരള സംഗീത അക്കാദമിയുടെ നാടക മത്സരത്തിൽ മികച്ച സംവിധായകനായിട്ട് അവാർഡ് കിട്ടിയിട്ടുള്ള അസീസ് പെരിങ്ങോടാണ്. ഏറ്റവും പ്രഗത്ഭനായിട്ടുള്ള സംവിധായകനാണ് അസീസ് പെരിങ്ങോട്. ഈ രംഗോത്സവത്തിൽ അസീസ് പെരിങ്ങോടിനെ ക്ഷണിക്കുകയാണ്. അതോടൊപ്പം SV അയ്യർ, സൂര്യ ടിവിയുടെ റിപ്പോർട്ടറായിരുന്നു, ബിസിനസ് ന്യൂസിൻ്റെ MD ആണ്. അദ്ദേഹം കുട്ടിയുടെ പേരെനിക്ക് അറിഞ്ഞുകൂടാ. നാടകത്തിൽ ആദ്യം രംഗത്ത് വന്ന എൻ്റെ പേര് എന്താ പേര്? ഹരിഹരന് അപ്രതീക്ഷിതമാണ്. രംഗോത്സവത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. എന്തായാലും നന്ദി. നല്ലൊരു ആശയം ഇവിടെ പ്രേക്ഷകരുടെ മുന്നിൽ അവതരിപ്പിച്ചതിന്. ഹരിഹരൻ ആർ, അഖില S, യദുകൃഷ്ണൻ JS, സുനാബി, അനീഫ് N എന്നിവരാണ് ഈ നാടകത്തിൽ അഭിനയിച്ചത്. പ്രിയപ്പെട്ട അസീസിന് എന്തായാലും പുതിയ തലമുറയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരുപാട് സന്ദേശങ്ങൾ നൽകിയ സംവിധായകനാണ് അസീസ് പെരിങ്ങോട്. കഴിഞ്ഞ നാടകത്തിൽ സംഗീത അക്കാദമിയുടെ മികച്ച സംവിധായകനുള്ള അവാർഡ് കിട്ടിയ ആൾ കൂടിയാണ്. അദ്ദേഹമാണ് അഞ്ജലിയെ ആദരിക്കുന്നത്.